നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവിക ഈ വീട്ടിലെ മരുമകളായി വരണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ചത് അമ്മയല്ലേ? ആ അമ്മ ഇപ്പോ ആരുടെ വാക്കുകൾ കേട്ടാണ് ദേവികയുടെ ശത്രുവായി മാറിയത്? അമ്മയ്ക്കൊരു വിലയുണ്ട്. അത് അമ്മയായിട്ട് നശിപ്പിക്കരുത്. ആരാടാ നീ? കുറെ നേരമല്ലോ നീ ഞങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. നിനക്ക് എന്താ വേണ്ടേ? ആരാ നിന്നെ ഞങ്ങളുടെ പിന്നല്ലേ പറഞ്ഞു വിട്ടത്? പറയടാ. അല്ല, ഞാൻ ഈ കേസരി റോഡ് അന്വേഷിച്ച് വരുമായിരുന്നു. പെട്ടെന്ന് ഒരിടത്ത് വെച്ച് എനിക്ക് വഴിതെറ്റി. എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്നപ്പോൾ പെട്ടെന്ന് ഒരാളെ മുന്നിൽ കിട്ടി. അയാളോട് ചോദിച്ചപ്പോൾ അയാളെ പറഞ്ഞത് നിങ്ങളുടെ പിന്നാലെ വന്നാൽ കൃത്യസ്ഥലത്ത് എത്തുമെന്ന്. കേസരി റോഡിൽ നിനക്ക് എവിടെയാ പോണ്ടേ? അവിടെ ഈ സെക്കൻഡ് സ്ട്രീറ്റില്. സെക്കൻഡ് സ്ട്രീറ്റിലേക്കാണെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിയണം. തിരിയുമ്പോൾ ആദ്യത്തെ റൈറ്റ്. ശരി, എന്നാ വിട്ടോടാ. നോക്ക്. വണ്ടി എടുത്തോണ്ട് പോ. പതുക്കെ. മോള് മുറിയിലേക്ക് ചെല്ല്. ഡോക്ടർ ഇപ്പൊ വരും. പോയി റെസ്റ്റ് എടുത്തോ. ദേവിക റെസ്റ്റ് എടുക്കുമ്പോ നീ ഉപദ്രവിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ മലാഖയെ ശല്യപ്പെടുത്തില്ല. ഈ നാടകത്തിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സിദ്ധുവിന്റെ കാര്യത്തിൽ ദേവികയ്ക്ക് മാത്രമേ ആത്മാർത്ഥതയുള്ളൂ. ദേവിക മാത്രമേ ഇവനെ പരിചരിക്കുന്നുള്ളൂ. അത് സ്ഥാപിച്ചെടുക്കാനുള്ള അഭ്യാസം ആയിരുന്നല്ലോ ഇത്. അമ്മയ്ക്കൊന്ന് മിണ്ടാതിരിക്കാൻ സാധിക്കുമോ? നേർച്ച നടത്തി മുട്ടിന് മുറിവ് പറ്റി വേദന സഹിക്കാതെയാണ് ദേവിക വന്നിരിക്കുന്നത്. ദേവിക ഇനിയും വേദനിപ്പിക്കരുത്, അനാവശ്യമായി പരിഹസിക്കരുത്. മോളകത്തേക്ക് ചെല്ല്. കുറച്ച് ദിവസമായി അമ്മയ്ക്ക് ദേവികയോടുള്ള സമീപനം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പലതും കണ്ടിട്ടും ഞാനാറ്റൊരു സംസാരത്തിന് നിൽക്കണ്ടെന്ന് കരുതി മനഃപൂർവ്വം ഒഴിവായതാ. പക്ഷെ ഇനി ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. നിരന്തരം ദേവിക കുറ്റപ്പെടുത്തുന്നതും അവളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നതും മഹാമോശമാണമ്മേ. അമ്മയ്ക്ക് എന്നെ അത് തോന്നുന്നില്ലേ? അമ്മ ഇത് ഒഴിവാക്കണം, അവസാനിപ്പിക്കണം. മഹാദേവ, നീ ഞാൻ പറഞ്ഞോട്ടെ. ദേവിക ഈ വീട്ടിലെ മരുമകളായി വരണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ചത് അമ്മയല്ലേ? ആ അമ്മ ഇപ്പോ ആരുടെ വാക്കുകൾ കേട്ടാണ് ദേവികയുടെ ശത്രുവായി മാറിയത്? അമ്മയ്ക്കൊരു വിലയുണ്ട്. അത് അമ്മയായിട്ട് നശിപ്പിക്കരുത്. അമ്മയുടെ അന്തസ് അമ്മ കളഞ്ഞു വിളിക്കരുത്. എടാ, നീ എന്നെ ശാസിക്കാണല്ലേ? ഇതുവരെ എന്നെ നീ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ നീ എന്നെ വഴക്കു പറയുന്നു, എന്നെ ചോദ്യം ചെയ്യുന്നു. കൊള്ളാം. അമ്മയോട് മാത്രമല്ല, എല്ലാവരോടും കൂടി പറയുക, ഇനി മേലിൽ ഈ വീട്ടിൽ ഒരാളും ദേവികയെക്കുറിച്ച് മോശമായി ഒരു വാക്കുപോലും മിണ്ടിപ്പോവരുത്. അവളെ പരിഹസിക്കരുത്, വേദനിപ്പിക്കരുത്. ഈ കുടുംബത്തിന് വേണ്ടി നന്മ മാത്രം ചെയ്യുന്നവളാണ് ദേവിക.
ഇത് വേദന മാറാനുള്ള ഒരു പെയിൻ കില്ലറാ. ഡോക്ടറെ ആ ഡോക്ടർ മലയെ കുത്തിവെക്കോ? വേദന മാറണമെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണം. അയ്യോ വേണ്ട, എന്റെ മലയെ കുത്തിവെക്കണ്ട ഡോക്ടറെ. കുത്തിവെച്ചാലേ മലയ്ക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും. എന്റെ മലയെ വേദനിപ്പിക്കല്ലേ. ഏയ് സിദ്ധു, സാരല്ല കുട്ടാ, എനിക്ക് വേദനിക്കൊന്നുമില്ല കേട്ടോ. മോൻ പേടിക്കണ്ട, ഇഞ്ചക്ഷന് ഒട്ടും വേദന ഉണ്ടാവില്ല. ഒരു ഉറുമ്പ് കടിക്കുന്നത് പോലത്തെ വേദനയും ഉണ്ടാവും. എന്നാലും വേണ്ട. സിദ്ധു എന്താ ഇത്? വേണ്ട വേണ്ട പറ അമ്മ. ഒന്നും ഇല്ലടാ, അയ്യോ. ദേ കഴിഞ്ഞു. ആ ദേ കഴിഞ്ഞു. ദേ നോക്കി, കുട്ടന്റെ മലാഹയ്ക്ക് ഇപ്പൊ ഒരു വേദനയില്ലല്ലോ. കഴിഞ്ഞു. മലയ്ക്ക് വേദനിക്കണ്ടോ? ഏയ്, എനിക്കൊരു വേദന ഉണ്ടായില്ല. ശരിക്കും? സത്യം. അല്പം കഴിയുമ്പോ മുട്ടിന്റെ വേദനയ്ക്കും മറ്റു ബോഡി പെയിനും നല്ല ആശ്വാസം ഉണ്ടാവും. മുറിവ് സെപ്റ്റിക് ആവാതിരിക്കാനും പെട്ടെന്ന് ഉണങ്ങാനും ഒരു ഓയിൽമെന്റ് തരാം. അത് ഇടയ്ക്കിടയ്ക്ക് ഈ മുറിവിലൊന്ന് പുരട്ടി കൊടുക്കണം. ഒപ്പം ശരിക്കും വിശ്രമവും വേണം. പ്രിസ്ക്രിപ്ഷൻ ഞാൻ മാഡത്തിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ ഡോക്ടർ, ശരി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. പേടിക്കാനൊന്നുമില്ല കേട്ടോ. സിദ്ധു വാ, മോള് കിടന്നു. അനീഷേട്ടാ, എന്തായി? അവര് മിസ്സായിപ്പോയി ദേവികെ. മിസ്സായി പോയോ? ഗാന്ധി പാർക്ക് ജംഗ്ഷൻ വരെ ഞാൻ അവരെ ഫോളോ ചെയ്തു. പക്ഷെ അവിടെ വെച്ച് പെട്ടെന്ന് അവരെന്റെ കണ്ണ് വെട്ടിച്ച് എങ്ങോട്ടോ പോയി. അയ്യോ. അവര് എവിടെ പോയിന്ന് ഞാൻ നോക്കി നിൽക്കുമ്പോൾ അവര് വീണ്ടും തിരിച്ച് എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു വരവ്. എന്നിട്ടെന്താ, ഒരുവിധം അവരുടെ കൈ പെടാതെ ഞാൻ തടിതപ്പി വന്നു. അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. വീണ്ടും അവരുടെ പിന്നാലെ പോയിരുന്നെങ്കിൽ അത് കൂടുതൽ അപകടമായി മാറുമായിരുന്നു. അവരെ പിന്തുടർന്നിട്ട് ഒരു പ്രയോജനം ഇല്ലാതായി പോയല്ലോ. അല്ല അനീഷേട്ടാ, അവർ ഓടിച്ചിരുന്ന ബൈക്കിന്റെ നമ്പർ വല്ലതും അനീഷേട്ട ശ്രദ്ധിച്ചിരുന്നോ? ആ, അത് ഞാൻ നോട്ട് ചെയ്തിരുന്നു. ഏതാ നമ്പർ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.